നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഒരു പ്രബുദ്ധരായിട്ടുള്ള, അതായത് എന്നുവെച്ചാൽ ആ നാട്ടിലെ ജനങ്ങൾ, ഒരു നാടിനെക്കുറിച്ചാണ്. ആ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ എന്താണെന്നറിയാമോ, ഭയങ്കര പ്രബുദ്ധരാണ്, ഭയങ്കര എഡ്യൂക്കേറ്റഡാണ്, അങ്ങനെയാണ് അവകാശപ്പെടുന്നത്. അവർ ഈ മറ്റുള്ള സകല ആൾക്കാരെയും കുറ്റവും പറയും, മനസ്സിലായില്ലേ? മറ്റുള്ള സകല ഈ പറഞ്ഞ മറ്റുള്ള സ്റ്റേറ്റുകളിലെ ആൾക്കാരെ ആയാലും മറ്റുള്ള രാജ്യങ്ങളിലെ ആൾക്കാരെ ആയാലും എല്ലാ ആൾക്കാരെയും കുറ്റം പറയും. അതിഭയങ്കരമായിട്ട് പ്രബുദ്ധരായിട്ടുള്ള ഒരു നാട്, ഒരു ജനതയുടെ നാട്. പറഞ്ഞു വന്നപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴും പ്രബുദ്ധത എന്ന് പറയുമ്പോഴും എപ്പോഴും എന്താണ്, അത് നമ്മുടെ കേരളം തന്നെയാണ്. ഈ മലയാളികളെ നമ്മളുടെ ഈ പ്രബുദ്ധത എന്താണെന്ന് അറിയണമെങ്കിലേ ഈ FB ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. നമ്മുടെ ഫേസ്ബുക്കേ ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ്. ഇന്നലെ ഞാൻ തുറന്ന് നോക്കി. അപ്പോൾ ഒരു യൂട്യൂബറാണ് അദ്ദേഹം, എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം നല്ലൊരു പയ്യനാണ്, നല്ലപോലെ സംസാരിക്കാൻ കഴിവുള്ള നല്ലൊരു പയ്യൻ. അപ്പോൾ അതാണ് ഞാൻ ആദ്യമായിട്ട്. അപ്പോൾ എനിക്ക് ആദ്യം അതൊന്നും മനസ്സിലായില്ല. ഒരു പെണ്ണിങ്ങനെ ഒരു ബാഗുമായിട്ടൊക്കെ ഇങ്ങനെ ഒളിച്ചോടുന്ന ഒരു വീഡിയോയും ഫോട്ടോയും ഒക്കെ ഇട്ടു. ഞാനത് കുറച്ച് കേട്ടു. അപ്പോൾ എനിക്ക് ആ കാര്യം എന്താണെന്ന് മനസ്സിലായി. അപ്പോഴാണ് ഞാനത് ആദ്യമായിട്ട് അറിയുന്നത്. പിന്നെ അതിൻ്റെ മുഴുവൻ ഞാൻ പിന്നെ കേൾക്കാൻ നിന്നില്ല, കുറച്ചേ കേട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ FB എന്ന് പറയുന്നത് തുറന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സ് എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ട അണ്ടനും അടവോടനും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കിട്ടിയവർ ആ പെണ്ണിൻ്റെ ആ ഒരു ഒളിച്ചോടുന്ന ഒരു ഫോട്ടോയും, പിന്നെ ആ ആരുടെ കൂടെ ഒളിച്ചോടി അവൻ്റെ നല്ല ക്ലോസപ്പിലുള്ള നല്ല ക്ലിയർ ഫോട്ടോയും, പിന്നെ ആ പെൺകുട്ടിയുടെ നല്ല ഫോട്ടോസും എല്ലാം ഇങ്ങനെ ഇട്ടിട്ട് അങ്ങ് അലക്കുക അല്ലേ. അപ്പോൾ മലയാളികളുടെ പ്രബുദ്ധത എന്താണെന്ന് അറിയണമെങ്കിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് ഞാൻ കാണുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഈ FB ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ശരിക്കും പറഞ്ഞാൽ ഈ പ്രബുദ്ധതയെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്, നമ്മൾ ചില സമയത്ത് ചിലവർ പറയാറുണ്ട്, അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ പറയും സ്മെല്ല് അല്ലേ, നല്ല മണം, അതുപോലെ തന്നെ ബാഡ് സ്മെൽ, അങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ പ്രബുദ്ധതയും വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം, നല്ല പ്രബുദ്ധതയും അതോടൊപ്പം തന്നെ ഈ വേണമെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ മണം ഇല്ലേ, നല്ല സ്മെല്ലാണ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്മെല്ലാണെങ്കിൽ അതിനെ മണം എന്ന് പറയാറുണ്ട്. ഇഷ്ടപ്പെടാത്തതിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചീത്ത മണമെന്നും ചിലർ പറയാറുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ വാട എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ തന്നെ പ്രബുദ്ധതയും നമുക്ക് വേണമെങ്കിൽ എങ്ങനെ മാറ്റാം, എന്താണ് നല്ല പ്രബുദ്ധതയും അല്ലേ ചീഞ്ഞ പ്രബുദ്ധതയും. ഈ ചീഞ്ഞയെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് പറയാൻ തന്നെ എനിക്ക് മടിയുണ്ടെങ്കിലും പറയാതിരിക്കാൻ വയ്യ. കാരണം ഈ പറഞ്ഞ നമ്മൾ പറയത്തില്ലേ, ഇടയ്ക്കൊക്കെ നമ്മൾ പറയാറുണ്ട്, ഈ പറഞ്ഞ എന്താ ഈ തൂറി വാരി എറിയുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ ഇല്ലേ. അവനവൻ്റെ പുറത്തും ആക്കും ചവിട്ടിത്തേക്കും, എന്നിട്ട് മറ്റവൻ്റെ പുറത്തും ആക്കും, അങ്ങനെ പരിസരത്തും ആക്കും, മൊത്തത്തിൽ അങ്ങ് തൂറി വാരി എറിഞ്ഞ് അതാണ് FBയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കേ, മലയാളികൾ പ്രബുദ്ധത എന്നാണ് പറയുന്നത്, നാറികൾ, പറയാതിരിക്കാൻ വയ്യ. ഈ ഒരു FB തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ, ശരിയല്ലേ? നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ അല്ലേ, അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സ്വകാര്യതയിലേക്ക് കയറിയിട്ട്, സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും ഇങ്ങനെ അങ്ങ് പബ്ലിഷ് ചെയ്യേണ്ട കാര്യങ്ങളോ ഇതങ്ങ് ആഘോഷിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമല്ല. ഇതിനകത്തേക്ക് കയറി ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞു വരുന്നത്, ചെയ്യുന്ന ആരാണിത്? ഈ ചെയ്യുന്നത് മൊത്തം നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട യൂട്യൂബേഴ്സാണ്. പക്ഷേ ഞാൻ ഈ യൂട്യൂബേഴ്സിനെ ആരെയും കുറ്റം പറയില്ല, ഒരു യൂട്യൂബറിനെ ഞാൻ കുറ്റം പറയില്ല. കാരണം എന്താ അറിയോ, ഇവരെല്ലാം നല്ല കഴിവുള്ള പയ്യന്മാരാണ്. ഇവർക്ക് ഒരാളെ സംസാരിച്ച് കൃത്യമായിട്ട് അവരുടെ സംസാരത്തിൽ കൂടി പിന്നെ അവർക്ക് ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നല്ല കഴിവുള്ള ആൾക്കാരാണ്. അവരെന്തുകൊണ്ട് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ പ്രൊഫഷണലായിട്ട് നിൽക്കുന്നതുകൊണ്ട് അവരതിനകത്ത് ഏണിങ്സാണ് നോക്കുന്നത്, ശരിയല്ലേ? യൂട്യൂബേഴ്സ് നോക്കുന്നത് എന്താണ്, അവരുടെ പ്രൊഫഷനാണത്, അവർ ഏണിങ്സ് നോക്കും. ഇപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് കിട്ടി അവരിത് അങ്ങോട്ട് എടുത്തിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് അതിനകത്തൂടെ നല്ല രീതിയിൽ അവർക്ക് വരുമാനം ഉണ്ടാകുന്നു, അതുകൊണ്ട് അവരിത് ചെയ്യുന്നു. അതുകൊണ്ട് ഞാനൊരിക്കലും അവരെ കുറ്റം പറയുന്നില്ല. പക്ഷേ നമ്മൾ ഇതിൻ്റെ പുറവേ മറ്റൊരാളുടെ പ്രൈവസി, അവരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഇങ്ങനെ ചകഞ്ഞ് പിന്നെ എടുക്കാനും, പിന്നെ അതിനകത്ത് ചർച്ചകൾ നടത്താനും, അത് കണ്ട് ആസ്വദിക്കാനും വെമ്പുന്ന മലയാളികളുടെ പ്രബുദ്ധത, നാറിയ പ്രബുദ്ധത, ഇത് തന്നെയാണ് ഞാൻ ഈ പെട്ടെന്നൊരു വീഡിയോ ഇടാനായിട്ട് എനിക്ക് തോന്നിയത്.
ശരിയല്ലേ? നമ്മൾ ഈ പിന്നെ ഇപ്പോൾ ഈ യൂട്യൂബേഴ്സ് ഇപ്പോൾ ഈ ഒരു കണ്ടൻറ്റിന് പകരം അവർ വേറെ ഏതെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വേറെ ഏതെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഇല്ലെങ്കിൽ പിന്നെ ഈ എന്താ പറഞ്ഞത് എൻജോയ് ചെയ്യാനുള്ള എന്തെങ്കിലും, അതായത് ഈ പറയുന്ന എന്തെങ്കിലും ഹ്യൂമറസ് ആയിട്ടുള്ള കണ്ടൻസോ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ 10-1 വ്യൂവേഴ്സ് പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ യൂട്യൂബേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കൊരു കണ്ടൻറ്റ് കിട്ടി അവരതിട്ട് അലക്കി അവർക്ക് ഇഷ്ടം പോലെ വ്യൂവേഴ്സ് കിട്ടുന്നു, അവർക്ക് കാശ് കിട്ടുന്നു. പക്ഷെ ആരാണ് ശരിക്കും ഇതിനകത്ത് ഈ പറഞ്ഞ പിന്നെ എന്താ പറഞ്ഞത് ഈ തൂറി വാരി എറിയുന്ന ആരാണ്? ഈ പറയുന്ന ഈ നമ്മുടെ നാട്ടിലെ പ്രബുദ്ധനെന്ന് അവകാശപ്പെടുന്ന അല്ലാത്ത ജനങ്ങൾ തന്നെയാണ്. അത് യാതൊരു സംശയവുമില്ല. ഈ പറഞ്ഞ ഓരോ യൂട്യൂബേഴ്സും ഇട്ടിരിക്കുന്ന ഈ പറഞ്ഞ സെയിം കണ്ടൻറ്റിൻ്റെ നമ്മൾ വ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം കമൻസുകളാണ്, എത്രത്തോളം ആൾക്കാരാണ് കയറി നിരങ്ങുന്നതെന്ന്. മനസ്സിലായില്ലേ? ഇതാണ് എന്നിട്ടോ നമ്മൾ കുറ്റം പറയുന്നതോ മറ്റുള്ള സ്റ്റേറ്റുകാരെ, ഇത്രയും വൃത്തിയില്ലാത്തവർ, അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്തവർ, മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം കുറ്റങ്ങളാണ് നമ്മൾ പറയുന്നത്, അല്ലേ? ശരിയാണ്, അവർക്ക് എഡ്യൂക്കേഷനൊക്കെ മറ്റുള്ള ഓരോ സ്റ്റേറ്റിൽ നോക്കിയാൽ ചിലപ്പോൾ നമ്മളെക്കാളൊക്കെ എഡ്യൂക്കേഷൻ കുറവായിരിക്കും. പക്ഷേ ഇമാതിരി ഈ പറഞ്ഞ അലന്ന പരിപാടിയൊന്നും അവർക്കില്ല. അവർക്ക് എഡ്യൂക്കേഷൻ കുറവാണ്. ചിലപ്പോൾ അവർ പെട്ടെന്നുള്ള ചില കാര്യങ്ങൾ വൈകാരികമായിട്ട് പ്രതികരിക്കാറുണ്ട്, ചിലപ്പം കുറച്ചുകൂടെ വർഗീയത കാണിക്കാറുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും അവരെയൊക്കെ നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നമ്മൾ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവരൊക്കെ രാവിലെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആ ചെറിയ ഗ്രാമങ്ങളിലായാൽ പോലും അല്ലെങ്കിൽ നമ്മൾ ചെറിയ പട്ടണങ്ങളിൽ പോയാൽ പോലും അവരൊക്കെ അവിടെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഈ എഡ്യൂക്കേഷൻ കൂടുതലൊന്നും പോകാത്തതുകൊണ്ട് അവരുടേതായിട്ടുള്ള കർമ്മങ്ങളിൽ മുഴുകുകയാണ്, അല്ലേ? അത് അവരുടേതായിട്ടുള്ള ജോലികളിലേക്ക് അവർ മുഴുകുകയാണ് ചെറിയ പ്രായങ്ങളിൽ പോലും. അവർക്കൊന്നും ഇതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാനോ അതിനെ എടുത്തിട്ട് അലക്കി വാരാനോ ഈ പറഞ്ഞ ഒന്നിനും അവർക്ക് സമയമൊന്നുമില്ല. അവരുടേതായിട്ടുള്ള രീതിയിലേക്ക് മാറി അവർ ജോലി ചെയ്ത് അവരവരുടെ കുടുംബങ്ങൾ പോറ്റുക ചെയ്യുന്നത്. ഇനി ഗ്രാമങ്ങളിലേക്ക് പോയാൽ കൊച്ചു ബിസിനസ്സല്ല, എല്ലാവർക്കും അങ്ങനെയാണ്. നമ്മൾ അവിടുത്തെ മറ്റുള്ള സ്റ്റേറ്റിൽ നമ്മൾ ഗ്രാമങ്ങളിലേക്ക് പോയാലും നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ്. ഞാൻ ചില സ്റ്റേറ്റുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള രാവിലെ എണീച്ച് കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും ഈ പറഞ്ഞ ഒരു ഗുജറാത്ത്, UP അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അവിടുത്തെ ഗ്രാമങ്ങളിൽ നമ്മൾ പോകുന്ന സമയത്ത് കാണാൻ പറ്റും. അവർക്ക് ഇഷ്ടം പോലെ പാടങ്ങളുണ്ട്. അവർക്ക് പിന്നെ ഓരോ വീട്ടിലും അവരുടെ ഒരു വീടിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ തൊഴുത്തുകളുണ്ട്. അവർ രാവിലെ അവർക്കൊന്നും ഇതിനൊന്നും സമയമില്ല. അവർക്ക് അവരുടെ കാര്യങ്ങളുണ്ട്. അവർ ജോലി ചെയ്യണം, അവർ ജീവിക്കുകയാണ്. ഇവിടെ പ്രബുദ്ധത എന്ന് അവകാശപ്പെടുന്ന ചീഞ്ഞ മലയാളികൾ മറ്റവൻ്റെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കി കൈയിട്ട് വാരി ഇല്ലേ നാളിച്ച് നാറ്റി നാമാവശേഷമാക്കി ജീവിക്കാനാണ്. എന്നിട്ട് പറയുന്നത് പ്രബുദ്ധത. ഇത്രയും പ്രബുദ്ധത ഇല്ലെങ്കിൽ ഇത്രയും നാറിയ ഒരു മനസ്ഥിതിയുള്ള ഒരു വേറെ ഒരു സ്റ്റേറ്റിലും കാണത്തില്ല, ഒരു ലോകത്തിനും. എന്നിട്ടോ നമ്മൾ ഇംഗ്ലീഷുകാർ നമ്മളെക്കാളൊക്കെ എത്രയോ നമ്മൾ ഈ പറയുമ്പോൾ പലരും വിമർശിക്കുമായിരിക്കും, എന്നൊന്നും പ്രശ്നമില്ല. ഇംഗ്ലീഷ് നമ്മളെക്കാൾ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഇല്ലേ, അവരുടെ ബുദ്ധി നോക്കിക്കഴിഞ്ഞാലും അവരുടെ ശാരീരികക്ഷമത നോക്കിക്കഴിഞ്ഞാലും നമ്മളെക്കാളൊക്കെ എത്രയോ ഉന്നതരാണ് അവർ. എന്നിട്ട് അവരെ പറയുന്നു നമ്മൾ, അല്ലേ? എന്നിട്ട് അവർ പിന്നെ തൂറിയ ചന്തി കഴിയാത്തവരാണെന്നാണ് പറയുന്നത്. അവരുടെ രീതിയാണ്. അപ്പോൾ നമുക്കെല്ലാവരെയും നമുക്ക് കുറ്റപ്പെടുത്തും, നമ്മളെല്ലാവരെയും കുറ്റം പറയും. മലയാളികളാണ് ഏറ്റവും കഴുതകൾ. ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മളായിട്ട് വിഡ്ഢികളാകുന്നതും ആകപ്പെടുന്നതും ഈ മലയാളികൾ തന്നെ, അല്ലേ? നമ്മൾ ഈ പിന്നെ മറ്റുള്ള സ്റ്റേറ്റുകളിലായാലും കണ്ടു ഓരോ നമ്മുടെ തൊട്ടയിലത്ത് തന്നെയുള്ള ഒരു തമിഴ്നാട് എന്ന് പറയുന്നൊരു സ്റ്റേറ്റുണ്ട്. അപ്പോൾ അവിടുത്തെ ഓരോരോ കാര്യങ്ങളിലേക്ക് പോകണം. നമ്മളവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈന എന്ന് പറയുന്നൊരു വേൾഡ് മാർക്കറ്റിൻ്റെ അതിനെ ബദലായിട്ട് ലോക രാജ്യങ്ങൾ അതിനെ ഒരു ബദലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചെന്നൈയാണ്. അത്രയ്ക്ക് ഡെവലപ്ഡായി ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ചൈനയ്ക്ക് ബദലായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു സ്ഥലമാണ് ചെന്നൈ എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഇൻഡസ്ട്രി വളർന്നു. അപ്പോൾ അവിടെ അതിൻ്റെ എന്താണ് അവിടുത്തെ കിട്ടുന്ന റവന്യൂവിൻ്റെ അവിടെ കിട്ടില്ല ടാക്സിൻ്റെ അതിൻ്റെ ഒരു 100-1 നമുക്കില്ല. നമുക്കൊരു പുണ്ണാക്കുമില്ല കേരളത്തിന്. ഇനി വേറൊരു കാര്യം പറയാം. ഇത് നമ്മൾ ഈ പറഞ്ഞൊരു തായ്ലൻഡ് എന്ന് പറഞ്ഞ രാജ്യം, അവർ ടൂറിസത്തിൻ്റെ അങ്ങേ അറ്റമാണ്. പക്ഷേ തായ്ലൻഡ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ആദ്യം തോന്നുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു സെക്സ് ടൂറിസം, അതൊന്നുമല്ല. അവിടെ ഒരു പട്ടായ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ടൂറിസത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണെന്നേ ഉള്ളൂ. അതൊക്കെയെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് കിട്ടിയിട്ടുള്ള കേരളത്തിനെ അനുഗ്രഹിച്ചിട്ടുള്ള പ്രകൃതി രമണീയതയുടെ ഒരു 10-1 പോലും തായ്ലൻഡിലില്ല. എന്നിട്ടും അത് അത്ര നല്ല രീതിയിൽ അവർ കിട്ടിയ ചെറിയ സോഴ്സിനെ അവർ അത്ര നല്ല രീതിയിൽ എന്ത് ചെയ്തു, ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടാണ് ആ രാജ്യം ഇന്ന് അങ്ങനെ ആയിട്ട് മാറിയത്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ഭരണാധികാരികൾക്ക് അതിനകത്ത് താല്പര്യമൊന്നുമില്ല.
ഒരു താല്പര്യങ്ങളുമില്ല. കാരണം നമ്മൾ കൃത്യമായി അവനവൻ്റെ രീതിയിൽ ഇവിടുത്തെ ഇൻഡസ്ട്രി വളർന്നു വരികയും ഈ പറയുന്ന പോലെ രാജ്യം ഇപ്പം നമ്മുടെ സംസ്ഥാനം ഡെവലപ്പ് ചെയ്യുകയും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാണ്ടുള്ള കാര്യം എന്ന് പറയുമോ, ഈ പറയുന്ന ആൾക്കാരെല്ലാം അവനവൻ്റെ പണിക്ക് പോകും. അവനവൻ ഇതേപോലെ എന്തുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ സിസ്റ്റം കേരളത്തിൽ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്? എൻ്റെ ഒരു വിഷയം മാറിപ്പോയി, പെട്ടെന്ന് ഞാനത് പറഞ്ഞു നിർത്താം. അതായത് പൊളിറ്റിക്കൽ സിസ്റ്റം കേരളത്തിൽ ഈ രീതിയിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയോ? എന്തുകൊണ്ടാണ്? ഇവിടെ ഓരോ കുഞ്ഞു കാര്യങ്ങൾക്കും നമുക്കറിയാം, ഇവിടെ ഓരോ പഞ്ചായത്തിലും എവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പുറകെ 5 കോഴിക്കും 10 കോഴിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇരുത്തലിനും ഒരു പോത്തിനും ഇതിനൊക്കെ ഇങ്ങനെ അവനെ മണിയടിച്ച് ഇതാണ് ആ രാഷ്ട്രീയക്കാർക്ക് അതാണ് വേണ്ടത്. അതേസമയം എല്ലാവരും സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ രക്ഷപ്പെട്ടു. ഇപ്പം മറ്റുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കൊച്ചു കുട്ടികൾ പോലും പിന്നെ ഒരു 7-8 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും അവൻ വെക്കേഷൻ സമയത്ത് ജോലി ചെയ്തിട്ടാണ് അവൻ ജീവിക്കുന്നത്. അവൻ ആരുടെയും ഒരുത്തൻ്റെയും 1 രൂപയുടെ ഔദാര്യമൊന്നും വേണ്ട. ഇവിടെയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇവിടെയെന്ന് പറഞ്ഞാൽ ഔദാര്യമാണ്. ഈ ഇവന്മാരുടെയൊക്കെ ഒരു കാര്യത്തിനും ആവശ്യത്തിനുമില്ല അതിൻ്റെയൊക്കെ പുറകെ നടന്ന് അങ്ങനെ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാർക്ക് അത് മതിയെന്നേ. അത് ആൾക്കാർ അവരുടേതായിട്ടുള്ള രീതിയിൽ ഇവിടെ ഇൻഡസ്ട്രിയൊക്കെ വളർന്ന് ഓരോരുത്തരും അവരുടെ രീതിയിൽ രക്ഷപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ രാഷ്ട്രീയം? പിന്നെ ഇവരെയൊക്കെ ആശ്രയിക്കുന്നത് എന്തിനാണ് അല്ലേ? മറ്റുള്ള രാജ്യങ്ങൾ നോക്കി അറിയാം. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാഴ്ച ജോലി ചെയ്ത് കിട്ടുന്നൊരു വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സുഭിക്ഷമായിട്ട് ജീവിക്കാം. അവിടെ മൂല്യം കൂടുതലാണ് കാശിന്, അത് വേറെ കാര്യം. എങ്കിൽ പോലും അവിടെ ജോലിയാണ്, എല്ലായിടത്തും ജോലിയാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അവിടെ പൊളിറ്റിക്സിനൊരു സ്ഥാനമില്ല. അവിടെ പൊളിറ്റിക്സ് ഉണ്ട് എങ്കിൽ പോലും നമ്മൾ ഇവിടുത്തെ കൂട്ടുള്ള പൊളിറ്റിക്സ് അല്ല. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് രാജാക്കന്മാരായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? അണികളെ അവരുടെ ദാസന്മാരാക്കി മാറ്റണം. എങ്കിൽ മാത്രമേ നമ്മളെന്നും ഇവനെയൊക്കെ ഓച്ചാനിച്ച് നിൽക്കൂ. ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ? ഇവനെ ഒന്നും ആരും മൈൻഡ് ചെയ്യത്തില്ല. അവൻ്റെ ജോലിക്ക് പോയി കിട്ടുന്ന നല്ല രീതിയിൽ വരുമാനം ഉണ്ടാകുന്ന അതിനനുസരിച്ച് ജീവിക്കും. പിന്നെ ഇവൻ്റെ ഒന്നും പുറകെ പോകാനോ കൊടി പിടിക്കാനോ ഒരുത്തനും ഉണ്ടാവില്ല. അതുകൊണ്ട് ഓർത്തോളൂ, നമ്മുടെ ഈ കേരളം എന്ന് പറയുന്നത് എന്നും ഈ രീതിയിൽ നശിച്ച് നാറാണക്കല്ലായിട്ടേ നടക്കുകയുള്ളൂ. ഇവനൊന്നും നമ്മളെ ഉദ്ധരിക്കാനൊന്നും നോക്കത്തില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞു, ഏറ്റവും പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും ഒരു പ്രബുദ്ധത, ഒരു മണ്ണാങ്കട്ടയില്ല, ആളിഞ്ഞതും മണ്ടന്മാരും വിഡ്ഢികളുമാണ്. നമുക്ക് ഈ ഇവൻ്റെയൊക്കെ പുറകെ കുടി പിടിച്ച് മണപ്പിച്ച് നടക്കാനേ പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം, എൻ്റെ ആ ഒരു ഇതിൽ നിന്ന് മാറിപ്പോയി, ഞാൻ പറഞ്ഞു വന്ന ആ ഒരു പിന്നെ കണ്ടൻറ്റിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ ഈ പ്രബുദ്ധതയുടെ കാര്യമാണ് പറഞ്ഞു. അപ്പോൾ ആ കഴിഞ്ഞ 2 ദിവസത്തെ FB അത് മാത്രം മതി നമ്മളുടെ പ്രബുദ്ധത ഇളക്കാൻ. ഇനി ഞാൻ വേറൊരു കാര്യം അവിടെ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യൂട്യൂബേഴ്സിനെ കുറ്റപ്പെടുത്തുന്നില്ല. അവർക്ക് കിട്ടിയ നല്ലൊരു കണ്ടൻറ്റ് അവർ മാക്സിമം പ്രയോജനപ്പെടുത്തുന്നു. ഇനി ഇതിൻ്റെ കൂടി ഇനി ഒരു കാര്യമൂടെ ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ കണ്ടു, അത് കഴിഞ്ഞതിന് ശേഷം ഒരു കേരളത്തിലെ ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു പ്രമുഖ യൂട്യൂബറാണ് അദ്ദേഹത്തിൻ്റെ ഈ സെയിം പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ആ കല്യാണത്തിന്, അതായത് ഈ ഒരു പ്രമുഖ യൂട്യൂബറുടെ വൈഫാണല്ലോ ഒളിച്ചോടിയോ. അതിൻ്റെ സ്റ്റോറി ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും കാണാപ്പാടമാണ്. അപ്പോൾ ഈ ഒളിച്ചോടി കഴിഞ്ഞ ആ കല്യാണത്തിന്, അതായത് ഇവരുടെ കല്യാണത്തിന് ഞാൻ ഈ തൊട്ടു മുന്നേ പറഞ്ഞ ഇപ്പോൾ ഈ കണ്ടൻറ് ഇട്ട ഒരു യൂട്യൂബർ അദ്ദേഹം പങ്കെടുത്തിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത്ര എടുത്തൊരു ബന്ധമായിട്ടായിരിക്കുമല്ലോ അവർ ആ കല്യാണത്തിനൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരന് ഈ ഒരു അവസ്ഥ വരുമ്പോൾ അവൻ്റെ ഈ ഒരു അവസ്ഥ പൊതുജന മധ്യത്തിലേക്കിട്ട് അലക്കി വെളുപ്പിച്ച് നാറ്റിക്കാനായിട്ട് കൂട്ടു നിൽക്കുമോ? ഒരിക്കലുമില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഈ സകല യൂട്യൂബേഴ്സും ഈ ഒരൊറ്റ വാർത്ത വളരെ ഫോട്ടോ ഉൾപ്പെടെ ഈ പോയ പെണ്ണിൻ്റെയും അതോടൊപ്പം തന്നെ ഈ ആരുടെ കൂടെയാണോ ഒളിച്ചോടിയ ഒരു ബസ് കണ്ടക്ടർ കാണണം അവൻ്റെ ഫോട്ടോയും ഉൾപ്പെടെ നാറ്റി വെളുപ്പിച്ചേക്കാണ് ഇട്ടിട്ട്. അപ്പോൾ ഈ സകല യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ട്, അപ്പം അല്ലാത്തവരും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിന്നും എനിക്ക് തോന്നുന്ന ഒരു കാര്യം, എനിക്ക് ഉറപ്പൊന്നുമില്ല, കാരണം നമ്മളൊരു കാര്യത്തിനകത്ത് അറിയാത്ത ഒരു കാര്യത്തിനകത്ത് 100% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഇത്രയും ആൾക്കാർ ഇടണമെങ്കിൽ ഈ പറഞ്ഞ ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, അതായത് അവൻ്റെ വൈഫാണ് വിളിച്ചോടിയത്, അവൻ്റെ മൗന സമ്മതത്തോടുകൂടിയല്ലേ അവൻ്റെ ആവശ്യപ്രകാരം ആയിരിക്കാം എന്നേ പറയുന്നുള്ളൂ. ഇങ്ങനെ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരും ഈ പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്യുന്നവരും ബന്ധമുള്ളവരൊക്കെയാണ്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവരുടെ ഒരു കൂട്ടത്തിലുള്ള ഒരു കൂട്ടുകാരന് ഒരവസ്ഥ വരുമ്പോൾ ഇതൊന്നും ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ നാറ്റിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇദ്ദേഹം മിണ്ടാതിരുന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ ഈ കല്യാണത്തിനൊക്കെ അറ്റൻഡ് ചെയ്തവർ പോലും മാതിരി കാണിക്കുമോ? അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ
അങ്ങനെയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാവും അല്ലേ? ഈ പറഞ്ഞ ഒരു എന്താ അത് പറയാം, എന്താണ് മനസ്സിലാവുന്നത്? അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു 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 മെൻ്റൽ കണ്ടീഷൻ, അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഊഹിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് ആ പെണ്ണ് ഒളിച്ചോടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ശരിയല്ലേ? ഇപ്പം ഒരുമാതിരി ഭേദപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ഒരു 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 പശ്ചാത്തലം, ഇല്ലെങ്കിൽ ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തരായിട്ടുള്ള രണ്ട് ഫാമിലിയിൽ നിന്നും തികച്ചും വ്യത്യസ്തരായിട്ടുള്ള രണ്ട് പേഴ്സണാലിറ്റിയിലുള്ള രണ്ട് പേര് ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ശരിയല്ലേ? പ്രശ്നങ്ങൾ ഉണ്ടായില്ല എങ്കിൽ എനിക്ക് തോന്നുന്നത് സംതിങ് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. രണ്ടുപേരുടെ ചിന്തകൾ വ്യത്യസ്തമായിരിക്കും, കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ചിലപ്പോൾ മാന്യമായിട്ട് അവിടെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ മാന്യമായിട്ട് പിരിക്കുക. പക്ഷേ ഈ പെൺകുട്ടി കാണിച്ചതിനകത്ത് ഒരു കാര്യത്തോടെ ഞാൻ പറയുന്നു, അതങ്ങനെ ആ ഒരു രീതിയിലുള്ളൊരു പോക്ക് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് വേറെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ടായിരുന്നു. എനിവേ, പക്ഷേ പിന്നെ നമുക്ക് ചിന്തിക്കാവുന്ന മറ്റൊരു കാര്യം, ചിലപ്പോൾ രണ്ട് വീട്ടുകാരും ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഈ പെണ്ണിൽ ഒരു രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്നുള്ളത് അതിന് വേറെ വഴി കാണില്ല. എനിവേ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഈ എന്തറിഞ്ഞിട്ടാണ് ഈ യൂട്യൂബേഴ്സ് എല്ലാം ഇങ്ങനെ ഇടുന്നത്? എന്തെങ്കിലും അറിയാം അവരുടെ ജീവിതത്തിൽ എന്താ നടന്നതെന്നോ, ഇല്ലെങ്കിൽ അവിടെ ഇനിയിപ്പം ഇനി അവനോട് ഈ വിളിച്ച് തിരക്കിയെങ്കിൽ പോലും സംസാരിച്ചിരുന്നുവെങ്കിൽ പോലും ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് ആർക്കറിയാം? ശരിക്കും ഈ കുടുംബ ബന്ധങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഒരു കാര്യം ഉറപ്പാണ്. അതായത് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ മൂല കാരണമെന്ന് പറയുന്നത് ആ ഹസ്ബൻഡ് വൈഫിന് മാത്രമേ അറിയാവുള്ളൂ. വേറെ ഒരിക്കലും ഒരു മനുഷ്യനും പുറത്ത് അറിയാൻ പോകുന്നില്ല അതിൻ്റെ മൂല കാരണം. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് അവിടെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തും തെറ്റുണ്ടാവും, ഭാര്യയുടെ ഭാഗത്തും തെറ്റുണ്ടാവും, രണ്ടുപേരുടെ ഭാഗത്തും 99% കേസുകളിലും തെറ്റുണ്ടാവും. അവിടെ പിന്നെ വരുന്ന കുറച്ച് വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും ഒക്കെ പേരിൽ ഒരു കാരണവും ഇല്ലാതെ ഡിവോഴ്സ് ആവുന്ന എത്രയോ കേസുകളുണ്ട്, ചില വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും പുറത്ത് മാത്രം. അപ്പോൾ പിന്നെ കുറച്ച് തെറ്റായിട്ടുള്ള നമ്മൾ നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞുള്ള ചില കണക്റ്റിംഗ് ഡോട്ട്സ് ഉണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്ത് അതിങ്ങനെയാണ് എന്നൊക്കെ ചിന്തിച്ച് നഷ്ടപ്പെടുന്ന ബന്ധങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? ഒരാൾ താല്പര്യമില്ലാതെ മറ്റൊരാളുടെ കൂടെയോ ഇല്ലെങ്കിൽ വേറൊരു വിവാഹത്തിലോ പോയെങ്കിൽ സന്തോഷമായിട്ട് അത് അംഗീകരിച്ച് അവർ പോയി ജീവിക്കട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടത്. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ സകല ആൾക്കാരുടെയും കയ്യിൽ ഇല്ലെങ്കിൽ ഒരു പറഞ്ഞ ഈ ഇതേപോലെ പോയവരെ ഇങ്ങനെ നാറ്റിക്കാൻ വേണ്ടി ഈ പറഞ്ഞ ഇത് കേരളം മാത്രമല്ല ലോകം മുഴുവൻ കാണത്തക്ക രീതിയിൽ ഇങ്ങനെ വീഡിയോസും അതേപോലെ തന്നെ ഫോട്ടോസും ഒക്കെ ഇട്ട് നാറ്റിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയാണ് ഈ പറഞ്ഞ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കാണ് ഈ ഒളിച്ചോടി പോയ പെണ്ണിൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉറപ്പില്ല അതൊരു മൗന സമ്മതത്തോടു കൂടിയാണ് ഇല്ലെങ്കിൽ അനുവാദത്തോടു കൂടിയാണ് ഇവരൊക്കെ ഇത് ചെയ്യുന്നുള്ളത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റി ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ശരിയല്ലേ? അത് 100% സംതിങ് അത് വളരെ വളരെ മോശപ്പെട്ട ഒരു പേഴ്സണാലിറ്റി തന്നെയായിരിക്കും അങ്ങനെ ആണെങ്കിൽ. അപ്പോൾ ഈ പറയുന്ന പെണ്ണ് ഒളിച്ചോടിയില്ലെങ്കിൽ തന്നെയുള്ളൂ അത്ഭുതം. പിന്നെ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഞാനിതിനകത്ത് ഇത്രയും കണ്ടതുകൊണ്ട് പറഞ്ഞതുള്ളൂ. എൻ്റെ പ്രശ്നം ഇതൊന്നുമല്ല. എൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് നമ്മളുടെ ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രബുദ്ധതയാണ് പ്രശ്നം, അല്ലേ? ഇങ്ങനൊരു മറ്റുള്ള ഒരു ആൾക്കാരുടെ അവരുടെ സ്വകാര്യതയിലേക്ക് കയറി അവരുടെ സ്വകാര്യ പ്രശ്നങ്ങളിലേക്ക് കയറി അതിങ്ങനെ ലോകമെമ്പാടും ഇതിങ്ങനെ വൈഡ് സ്പ്രെഡ് ചെയ്ത് അത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റിനെ അല്ലേ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റിനെ അതിൻ്റേതായിട്ടുള്ള വില കൊടുത്ത് അതിനെ അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടില്ല. ശരിയല്ലേ? പക്ഷേ അതെന്ത് ചെയ്യുന്നു? അതിന് അത്രത്തോളം റീച്ചും അത്രത്തോളം വ്യൂവേഴ്സും ഒക്കെ കിട്ടുന്നത് കൊണ്ട് യൂട്യൂബേഴ്സ് ചെയ്യും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കിട്ടിയ നല്ലൊരു കണ്ടൻറ്റാണ്, അവർക്ക് കാശുണ്ടാക്കാൻ കിട്ടിയ ഒരു വഴിയാണ്, അവർ ചെയ്യും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് മലയാളത്തിലെ പൊതുവായിട്ടുള്ള പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ മോശമാണ്. അപ്പോൾ അതേസമയം ഈ യൂട്യൂബേഴ്സ് ഇവർക്കെല്ലാവർക്കും ഈ ഇടുന്ന പയ്യന്മാരെല്ലാവരും വളരെ സംസാരിക്കാൻ ഭയങ്കരമായിട്ട് അവർക്ക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും ആൾക്കാരെ പിടിച്ചെടുത്താനും ഒക്കെ ഭയങ്കരമായിട്ട് കഴിവുള്ളവർ. ഇവരുടെ ഈ കഴിവ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഇതിൻ്റെ വ്യൂവേഴ്സ് ഉണ്ടല്ലോ, ഇവർ ശരിക്കും നല്ല കണ്ടൻസിനൊക്കെ
നല്ല രീതിയിലുള്ള പോസ്റ്റിനൊക്കെ അവർ ആ ഒരു രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഈ പയ്യന്മാരൊക്കെ ഇവരൊക്കെ എത്രയോ നല്ല പിന്നെ നല്ല കണ്ടൻസുമായിട്ട് അവർ വന്നേനെ അല്ലേ. നല്ല ഇതേപോലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളും ഇല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അതല്ലാന്നുണ്ടെങ്കിൽ വളരെ രസകരമായിട്ടുള്ള മറ്റ് ചർച്ചകളും ഒക്കെ ഈ പയ്യന്മാർക്ക് കഴിവുള്ളവരാണ്. അതെല്ലാം അവർ കൊണ്ടുവന്നേനെ, അവർ ചെയ്തേനെ. പക്ഷേ നമ്മൾ പ്രബുദ്ധ മലയാളികൾക്ക് താല്പര്യം മറ്റുള്ളവരത്തിൻ്റെ അണ്ടക്കുഴിയിൽ കൈയിടാൻ, പിന്നെ എന്തെല്ലാം നടക്കുന്നു നോക്കാനും അതിനെ ചെളിവാരി എറിയാനും അത് ഇങ്ങനെ പറഞ്ഞ് രസിക്കാനും അതിങ്ങനെ സ്പ്രെഡ് ചെയ്യാനും ഇതൊക്കെയാണ് നമുക്ക് പ്രബുദ്ധ മലയാളികൾക്ക് ഇഷ്ടം അല്ലേ. ലോകത്തെ ഏറ്റവും വലിയ പ്രബുദ്ധരാണ് മലയാളികൾ. നമ്മൾക്കിഷ്ടം ഇതൊക്കെയാണ്. എന്നിട്ട് നമ്മളെ ഇത്രയും പ്രബുദ്ധത കൈവച്ചുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, മറ്റുള്ള സകല സ്ഥലത്തുള്ള ആൾക്കാരെയും കുറ്റവും പറയും അല്ലേ. കിടക്കുന്ന നക്കി തന്നെ ഉപ്പില്ലാത്തൊരു സ്റ്റേറ്റിലാണ് കിടക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ നമ്മുടെയൊക്കെ കൈയിരിപ്പ് കൊണ്ടാണ്. ഈ പറഞ്ഞ ഓരോരുത്തരുടെയും പൊളിറ്റിക്സിൻ്റെ കാര്യത്തിലായാലും അനാവശ്യമായിട്ട് അല്ലേ വേറും കഴുതുകളെ പോലെ ചുമന്നൂർ കിടക്കുന്നത് നമ്മുടെയൊക്കെ കൈയിരിപ്പ് കൊണ്ടാണ് നമ്മളിങ്ങനെ ആയിപ്പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ഈ പ്രബുദ്ധത എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാൻ അന്തം വിട്ട് പോകാറ്. അവരൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ, ഞാനിത് വേറൊരു രാജ്യത്ത് തന്നെ നിൽക്കുന്ന സമയത്ത് അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ആദ്യം എന്നോട് പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പിന്നെ അത്രയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഒരുപാട് നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. കേരളം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എഡ്യൂക്കേറ്റഡുള്ള സ്റ്റേറ്റാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇവരൊക്കെ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയെങ്കിലും ഒന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് രാവിലേക്ക് എണീറ്റിട്ട് എനിക്ക് അങ്ങോട്ട് FB തുറക്കാൻ തന്നെ ഒരു മടിയാണ്. കാരണം ആദ്യം കാണുന്നത് ഇതാണ്, ഒരു പെണ്ണ് ഒരു 3-4 ബാഗ് കൊണ്ട് പോകുന്ന ഒരു ഫോട്ടോ. അത് കണ്ണിൽ കണ്ട സകലവന്മാരും എടുത്തങ്ങ് അലക്കിയേക്കാണ്. ഇവനൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം. ഇവനൊക്കെ എന്തിനായി ചെയ്യുന്നത്? ഇവനൊക്കെ എന്ത് പറയുന്നത്? അത് നമുക്ക് അതാണ് പ്രശ്നം. ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള നമ്മളുടെ മലയാളികളുടെ ഒരു ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളൊരു സ്വഭാവം. മറ്റുള്ളവൻ്റെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുക, മറ്റുള്ളവൻ്റെ കാര്യങ്ങളിനകത്ത് അതിനെക്കുറിച്ചെടുത്ത് അലക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ അതിന് ഒരുപാട് അനാവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ നമ്മളെന്ത് ചെയ്യുക, നേരം വെളുപ്പിക്കുക. ഇത് തന്നെയാണ് നമ്മളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് മലയാളികളുടെ. അതായത് പുതിയ ജനറേഷനും ഇത് തന്നെ, പഴയ ജനറേഷനും ഇത് തന്നെ, എല്ലാം ഇത് തന്നെ. അപ്പോൾ ഇത്രയെങ്കിലും ഒന്ന് പ്രതികരിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്.